ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അവിടെ വന്നിരിക്കുന്നത് ഒരു ആന്തോളജി സീരീസ് റിലീസ് ചെയ്തു. ഒരു തമിഴ് സീരീസാണ്. രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ആന്തോളജി മൂവി ആയിരുന്നു. അതായത് ഹെർ എന്ന് പറഞ്ഞ മലയാളം ആന്തോളജി മൂവിയുടെ റിവ്യൂ ചെയ്തിരുന്നു. മനോരമ മാക്സ് റിലീസ് ചെയ്ത. ഇന്ന് വേറെ ഒരു ആന്തോളജി സീരീസ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു 18+ സീരീസാണ്. എന്നാണ് സീരീസിൻ്റെ പേര്. നമ്മൾ പറയല്ലേ, അതുപോലെ തന്നെ ആ സംഭവം SSHHH തമിഴിലാണ് വന്നിട്ടുള്ളത്. ആഹാ തമിഴിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സീരീസിനെ കുറിച്ചാണ്, ഈ ആന്തോളജി സീരീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 18+ സീരീസ് ആണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഹിന്ദിയിൽ നെറ്റ്ഫ്ലിക്സിൽ ഇതിനു മുമ്പ് ലെസ്റ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സംഭവം റിലീസ് ചെയ്തിരുന്നു. ഭയങ്കര വിവാദമായി, ഭയങ്കര ഹിറ്റായി പോയ ഒരു സംഭവമായിരുന്നു ആ ഒരു ആന്തോളജി സീരീസ്. നമ്മുടെ കിയാര അദ്വാനിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കിടിലൻ ഭയങ്കര വിവാദമായി പോയ സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് സംഭവം മൊത്തം 4 എപ്പിസോഡുകളാണുള്ളത്. പക്ഷെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള 2 എപ്പിസോഡുകളാണ്. 34 മിനിറ്റുള്ള ഫസ്റ്റ് എപ്പിസോഡ്, ഒരു എപ്പിസോഡും 31 മിനിറ്റുള്ള രണ്ടാമത്തെ എപ്പിസോഡുമാണ് വന്നിട്ടുള്ളത്. അപ്പം ഒന്നാമത്തെ എപ്പിസോഡിൽ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എപ്പിസോഡിൽ ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ്. അതായത് സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ പ്രാധാന്യം എന്തെന്നുള്ളത് പറയുന്ന ഒരു സംഭവമാണ്. അത് കുറച്ച് കോമഡി രൂപത്തിൽ നല്ല രസകരമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലെ നമ്മുടെ നായിക ഒരു സയൻസ് അധ്യാപികയായിരിക്കും. അപ്പം അവർക്കാണ് ഈ ഒരു ചുമതല വരിക. ക്ലാസ്സിൽ സെക്സ് എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടിയുള്ള ചുമതല ഇവർക്കായിരിക്കും വരിക. അത് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ ഇവരുടെ ബുദ്ധിമുട്ടുകൾ, ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രസകരമായ രീതിയിൽ കാണിച്ചു തരുന്ന ഒരു എപ്പിസോഡായിരുന്നു 34 മിനിറ്റുള്ള ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ളത്. വളരെ രസകരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. നല്ല നമുക്കൊരു ചുണ്ടിൽ പുഞ്ചിരിയോട് കൂടി നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആ സ്കൂളുകളിലെ ഓരോ സംഭവങ്ങൾ വെച്ചാൽ പ്രസവിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ, കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു, എൻഗേജിങ് ആയിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ ഐശ്വര്യ ദത്തയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീകാന്തും ഇനിയാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് 31 മിനിറ്റാണ് ആ ഒരു എപ്പിസോഡിൻ്റെ ദൈർഘ്യം വരുന്നത്. മുൻ കാമുകനും കാമുകിയും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു 31 മിനിറ്റുള്ള ഒരു എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡ് എന്നുള്ളത്. റീലോഡ് അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡിൻ്റെ പേര് വരുന്നത്. വളരെ നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇൻറ്റിമേറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വളരെ നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു 31 മിനിറ്റ് നമ്മൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അവരുടെ സംസാരങ്ങളും ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നല്ല എൻഗേജിങ് ആയിട്ട് നമ്മൾ ഇരുത്തിക്കേണ്ടതാണ്. വളരെ രസകരമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാം ഈ ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ആയിക്കോട്ടെ, പെർഫോമൻസ് ഒക്കെ കിടലായിട്ടുണ്ട്. അപ്പോൾ ഈ 2 എപ്പിസോഡുകൾ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ 2 എപ്പിസോഡുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഒറ്റരിപ്പിൽ തന്നെ കണ്ടു തീർക്കാൻ പറ്റിയ സംഭവമാണ് ഈ 2 എപ്പിസോഡ്. ആകെ 1 മണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇനി 2 എപ്പിസോഡുകളോട് വരാണ്ട്, ഈ ഒരു ഇതിൽ തന്നെ 2 എപ്പിസോഡ് വരാണ്ട്, അടുത്ത ആഴ്ചയാണോ അല്ലെങ്കിൽ നാളെ വരുമോ എന്നുള്ളത് അറിയില്ല. സോണിയ അഗർവാൾ, കൃഷാകുറുപ്പ്, മൈൻ ഗോപി ഇവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന എപ്പിസോഡുകളാണ് അടുത്ത 2 എപ്പിസോഡുകൾ വരുന്നത്. അതും ഏകദേശം 1/2 മണിക്കൂർ ദൈർഘ്യം വരുന്ന 2 എപ്പിസോഡുകൾ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും വരട്ടെ. ചിലപ്പോൾ നാളെ വന്നേക്കാം, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചത്തേക്കായിരിക്കും റിലീസ് ചെയ്യുക. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 18+ ആണ്, 18+ ആന്തോളജി സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഒരു ആന്തോളജി സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.